ഹായ് ഗായ്സ്, നമ്മൾ ബീച്ചിൽ പോകാൻ പോവുകയാണ്. ദിസ് ഈസ് മൈ ഈദ് ഔട്ട്ഫിറ്റ്. സസഫ്രാസ് എന്ന് പറഞ്ഞ ബ്രാൻഡിനാണ്. ഇവളുടെ പുച്ച കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് ഗൈസ്. പുച്ചറാണി ഹെർ ഔട്ട്ഫിറ്റ്. ഹെർ ഔട്ട്ഫിറ്റ് ഈസ് ഫ്രം യുഎസ്റ്റാ, ദിസ് ഈസ് ഫ്രം ജുഡി. സ്ക്രാച്ച് കാണിച്ചു കൊടുക്കുന്നത് നിങ്ങളുണ്ടാണ് ക്ലിയർ ഗൈസ്. അതാണ് ഞാൻ ഇങ്ങനെ ക്ലിപ്പെടും. വെൽക്കം ബാക്ക് ടു മൈ ഈദ് വ്ളോഗ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ബീച്ചിൽ പോകാൻ പോവാണ്. ഞാൻ ഈദിൻ്റെ തലേദിവസം നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുള്ള വ്ളോഗ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ ഞാൻ വ്ളോഗ് എടുക്കാൻ ശ്രമിക്കുന്നൊക്കെ. രാവിലെ മാറ്റണത് ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ക്ലീശി സംഭവങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഡ്രസ്സ് മാറ്റി പിന്നെ ഫോട്ടോ എടുത്തു, ഫുഡ് കഴിച്ചു, കിടന്നുറങ്ങി. വൈകുന്നേരം ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇവരനെ വിളിച്ചത് പുറത്ത് പോയാലോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ആദ്യം കർമ്മയിൽ പോകാമെന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ ബീച്ചിലേക്ക് ആക്കിയിട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ബീച്ചിക്ക്, പൊന്നാനി ബീച്ചിക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ കുറച്ച് എന്താ പറയുക, കോക്കയല്ലല്ലോ എന്താ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ചിൻ്റെ കോയും കാര്യങ്ങളുടെ കായാണ് അങ്ങനെ കോക്ക വന്നത് ഗൈസ്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവരെന്നെ കളിയാക്കണ്ടായിരുന്നു കേട്ടോ, വ്ളോഗ് എടുക്കണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എടുത്തേക്കാം, ഇത് വ്ളോഗ് ആവുമല്ലോ. അങ്ങനെയാണ് ഞാൻ വ്ളോഗ് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ക്രൗഡഡ് അല്ലാത്തൊരു ഏരിയ കണ്ടപ്പോൾ അവിടെ നിന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ സൺസെറ്റൊക്കെ ആവാനായി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 5:30 ആയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 5:45, 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. നമ്മൾ രാത്രിയൊക്കെ ആയിട്ടാണ്, ഒരു 8 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെന്നല്ല, അവരും ആദ്യമായിട്ടാണ് അത്ര ലേറ്റായിട്ട് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ബീച്ചിലൊക്കെ സ്പെൻഡ് ചെയ്യണത്. ഒറ്റയ്ക്ക് നല്ല കൂട്ടായിട്ടും അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ രാത്രിയിലൊക്കെ ഇങ്ങനെ ബീച്ചിൽ പോയിരിക്കുന്നത്. ഗായ്സ്, പിച്ചക്കാരെ പോലെ 2 യുവതികൾ ഇരിക്കുന്നു. വീട്ടിലിരുന്ന് ഫോണിൽ കളിക്കാൻ പറ്റാത്തോണ്ട് ഇവിടെ വന്നിട്ട് കളിക്കണ്. അവിടെ ഇരുന്ന് വ്ളോഗ് എടുക്കാൻ പറ്റാണ്ടാണ് ഇവിടെ വന്നിട്ട്. ഇതൊക്കെ വ്ളോഗ് എടുക്കേണ്ടതാണല്ലോ. ബീച്ച് കാണാത്തോണ്ടല്ലേ ഇത്രയും പേര് വരുന്നത്. കണ്ട ഗൈസ്, ഗെന്നെ കൂടുതൽ അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അവളെന്നെ തളർത്തിയാലും ഞാൻ തളരില്ല. ഇവള് പാൻറ്റൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തൊരു വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വട്ടം കറങ്ങി വീഡിയോ ഒക്കെ എടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ നിൽക്കുമ്പോൾ ഉപ്പാൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഉപ്പാൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ കടയിൽ ചവിട്ടണം. ബാക്കി ആരും ചവിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് എനിക്കൊരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കടയിൽ ചവിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ ഞാൻ തിര വന്നപ്പോൾ തിരിഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ എനിക്ക് കടലമ്മ ദേഷ്യം പിടിച്ചിട്ടാ തോന്നുന്നു, എന്നെ മാത്രം നിൽക്കാണ്ട് പോകുന്നുണ്ടായിരുന്നു. കണ്ടങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാണ്ടോ, ഞാൻ നന്നായി ശശിയായിട്ട് നിൽക്കണമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഓടിപ്പോയി നനയണമൊക്കെ ഉണ്ട്. എന്തായാലും ചവിട്ടാൻ ഇറങ്ങിയതാണല്ലോ, ആ ഒരൊറ്റ ചവിട്ടൽ മാത്രം ചവിട്ടിയിട്ട് ഞാൻ പിന്നെ തിരിച്ച് കയറിയിട്ടുണ്ടായിരുന്നതാണ് ഗൈസ് ആ ഒരു വീഡിയോ. അത് കറക്റ്റായിട്ട് ഗന്ന റെക്കോർഡും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗന്നാൻ്റെ ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവളെ വിളിച്ചിട്ട് 2-3 പ്രാവശ്യം വിളിച്ചിട്ട് അവൾ, പക്ഷേ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൾ വേറൊരു സ്പോട്ടിലും നമ്മൾ വേറൊരു സ്പോട്ടിലായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ബീച്ചിൽ വന്ന ഐസ്ക്രീം മസ്റ്റാണല്ലോ. നമ്മൾ ആ ഒരു ഐസ്ക്രീം കൂടെ കണ്ടിട്ടാണ് നടക്കുന്നത്. പിന്നെ അവിടെ നിന്ന് അപ്പുറത്ത് അമുലിനെ കണ്ടപ്പോൾ അങ്ങോട്ടൊക്കെ പോയി. പക്ഷേ കുടമിൽ മാത്രം പേരുള്ളൂ ഗൈസ്. അമുലിൻ്റെ അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നത്. സാധാരണ ബൾക്കായിട്ട് മേടിക്കില്ലേ ബോക്സിൽ, ആ ഒരു സംഭവം കോരി തരുന്നതാണ്. ചക്കയായിരുന്നു. ഐസ്ക്രീമും എൻ്റെ ഡ്രസ്സും ഒരേ കളറായിരുന്നു. പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഞാൻ വീണ്ടും വട്ടം കറങ്ങി വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ എന്തിനാണോ ഇങ്ങനെ വട്ടം കറങ്ങി വീഡിയോ എടുക്കുന്നത്, എനിക്ക് ഫുൾ വ്യൂ കാണിച്ചു തരാനാണ്. അന്നത്തെ സ്കൈയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സൺസെറ്റൊക്കെ നമ്മൾ കുറച്ച് കണ്ട്. അപ്പോൾ വട്ടം കറങ്ങി വീഡിയോ എടുക്കുന്നതിൻ്റെ അടുക്കാണ് ചേച്ചിമാർ പാനിപ്പൂരി വെക്കണുണ്ട്. അപ്പോൾ ചേച്ചിമാരുണ്ടാക്കിയതല്ലേ, നമ്മളവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു 4 സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സെറ്റിന് 50 രൂപയാണ്, 7 എണ്ണം എന്തുകൊണ്ട്. അങ്ങനെ 4 സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം അളിയൻ്റെ വകയായിരുന്നു, സന്തോഷം മാത്രം. അങ്ങനെ നമ്മൾ പാനിപ്പൂരിയൊക്കെ കഴിച്ച് കണ്ടോ ഗൈസ്. 5-6 കൈകൾ ഒപ്പം വരുന്നത് കണ്ടോ, അതിൻ്റെ ഇടയ്ക്ക് കല്ലുകളും കണ്ടോ നിങ്ങൾ. അപ്പോൾ പാനിപ്പൂരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവർ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നതാണ്. നമ്മൾ പോയപ്പം ഏകദേശം കഴിയാറായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ മാറിയിരുന്നപ്പോൾ ചേച്ചിമാർ ടേബിളൊക്കെ മടക്കിയിട്ട് അവരുടെ കച്ചവടമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അസമോള് സൂപ്പറാണെന്നാണ് പറയണത്. അവൾ ഫുഡൊക്കെ ഇങ്ങനെ റിവ്യൂ ചെയ്യാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ അത് ഒരു ഉണ്ണി ലൈറ്റ് കത്തുന്ന ഷൂ ഒക്കെ ഇട്ട് കളിക്കണുണ്ടപ്പോൾ ഞാനത് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ ഏകദേശം സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ട് ഞാൻ ബാക്ക് ക്യാമറ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആരിനാണ് ഫോക്കസ് ചെയ്യണത് എന്നൊന്നും അറിയാൻ പറ്റണില്ല. അവളിലാണ് എടുക്കണമെന്ന് ചോദിച്ചിട്ട് അവൾ ഓക്കെയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ തിരിച്ച് ഇവിടെ ഞാൻ വലിയ കാര്യത്തിലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്, എന്തിനാണോ എന്തോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ സ്കൈ വീണ്ടും എടുക്കണുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൈ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എന്താ പറയുക, എൻ്റെ ഒരു സാറുണ്ട്, അപ്പോൾ ആളെപ്പോഴും സ്കൈ എടുത്തിട്ട് ഇങ്ങനെ സ്റ്റാറ്റസ് വെക്കും. അപ്പോൾ അത് കണ്ടിട്ടാണ് എനിക്കും ഭയങ്കര ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോവാം കേട്ടോ. അപ്പോൾ ഇവിടെ പാട്ട് പാടില്ലേ, പാട്ട് പാടിയിട്ട് നമ്മൾ പൈസ ഒക്കെ പിരിക്കില്ല, ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ടോയ്സൊക്കെ ഇങ്ങനെ വെക്കണ ആ ഒരു സംഭവത്തിൻ്റെ അവിടെ മാത്രമാണ് ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു പാട്ട് കേട്ടിട്ട് മറ്റേ പൊന്നസഖി എന്തിനാ പിണക്കമിന്നോട് എന്തിനാ അവൾ അതിനെ സ്റ്റെപ്പ് കളിക്കുകയായിരുന്നു കേട്ടോ ഗന്ന. അത് കഴിഞ്ഞ് നമ്മൾ അവരുടെ വീട്ടിൽ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ആളെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടാക്കി തരാം കേട്ടോ. നമ്മൾ ട്രിപ്പിൾ അടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് MVD കാർ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കാണാൻ പാടില്ല ഗൈസ്, നിങ്ങളാരും അങ്ങനെ ഷെയർ ചെയ്യാൻ പാടില്ല. MVD കാർക്ക് ഷെയർ ചെയ്യേണ്ടെന്നുള്ളൂ, ബാക്കിയുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതാ ഗൈസ് എൻ്റെ വീടെത്തി. MLA റൂട്ടിൽ ഡ്രീംസ് ഹൗസാണ് എൻ്റെ വീട്. ഡ്രീംസ് ഹൗസ് എത്തിയിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ആക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.